ടെക്സ്റ്റ് ബുക്കിലെ 106-ാമത്തെ പേജിലെ ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത്. 5, 6, 7 ചോദ്യങ്ങൾ നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യും. ഇപ്പോൾ 5-ാമത്തെ ക്വസ്റ്റ്യൻ ഏതാണെന്ന് നോക്കിക്കേ. ചിത്രത്തിലെ വലിയ മട്ടത്രികോണത്തിന്റെ പരപ്പളവ് കണക്കാക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലേ. അതായത് ഇവിടെ ഒരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. ആ റൈറ്റ് ആംഗിൾ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുക എന്ന് ചോദിച്ചിരിക്കുന്നത്. ഒരു ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? ഹാഫ് ബി എച്ച് ചെയ്താൽ മതി അല്ലേ. ഹാഫ് ബി എച്ച് ആണ് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഈ ട്രയാങ്കിളിന്റെ ഏരിയയും അങ്ങനെ തന്നെയാണ് കണ്ടുപിടിക്കുന്നത്. ഹാഫ് ബി എച്ച് എന്ന് പറയുന്ന ഇക്വേഷൻ യൂസ് ചെയ്താണ് ഈ ട്രയാങ്കിളിന്റെ ഏരിയ നമ്മൾ കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. ആദ്യം ഈ ട്രയാങ്കിളിന് ഒരു പേര് കൊടുത്താലോ? എ ബി സി. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരച്ചിരിക്കുന്ന പെർപെൻഡിക്കുലറിന് ഞാൻ ഡി എന്ന് പേര് കൊടുത്തു. ഡി. അങ്ങനെയാണെങ്കിൽ ഹാഫ് ബി എച്ചിന്റെ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത്, അങ്ങനെയാണെങ്കിൽ ബേസ് ഏതായിട്ട് എടുക്കേണ്ടത്? ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു പെർപെൻഡിക്കുലർ അല്ല വരച്ചിരിക്കുന്നത്. അപ്പോൾ എ സി ആണ് നമ്മുടെ ബേസ് ആയിട്ട് എടുക്കുന്നത്. എ സി. അങ്ങനെയാണെങ്കിൽ ഹൈറ്റ് ഏതായിരിക്കും? എ സിയിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ അല്ലേ. അതായത് എച്ച് ആയിട്ട് എടുക്കുന്നത് ബി ഡി ആണ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത്, അല്ലെങ്കിൽ എച്ച് ആയിട്ട് എടുക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷനിൽ ബേസ് എത്രയാണ്? ബേസ് എ സി ആണല്ലേ നമ്മുടെ ബേസ്. അപ്പോൾ എ സിയുടെ ടോട്ടൽ ലെങ്ത് എത്രയാണ്? ഇത് 9 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട്, ഇത് 4 സെന്റിമീറ്റർ എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലേ. അതായത് എ സി അല്ലെങ്കിൽ ബേസിന്റെ ലെങ്ത് എത്രയാണ്? 9, 4, 13 സെന്റിമീറ്റർ അല്ലേ. 13 സെന്റിമീറ്റർ ആണ് നമ്മുടെ ബേസ്. ബേസ് ആയിട്ട് താഴെ കിടക്കുന്ന സൈഡ് തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല കേട്ടോ. ഏതെങ്കിലും ഒരു സൈഡ് എടുത്താൽ മതി. അപ്പോൾ എ സി ആണ് ഞാൻ ബേസ് ആയിട്ട് എടുത്തിരിക്കുന്നത്. എത്ര സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്? 13 സെന്റിമീറ്റർ ലെങ്ത് ഉണ്ട്. അപ്പോൾ ബേസ് നമുക്ക് കിട്ടി അല്ലേ. ഇനി ഹൈറ്റ് കൂടെ വേണ്ടേ? അപ്പോൾ ഈ ഹൈറ്റ് നമ്മൾ കണ്ടുപിടിക്കണം. ഈ എച്ച് അതായത് ബി ഡി നമ്മൾ കണ്ടുപിടിക്കണം. എങ്ങനെയാണ് നമ്മൾ എച്ച് കണ്ടുപിടിക്കുന്നത്? നേരത്തെ ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ ഈ എച്ച് കണ്ടുപിടിച്ചിട്ടുണ്ടല്ലോ, ഓർക്കുന്നുണ്ടോ? ഇവിടെ കിടക്കുന്ന 2 ട്രയാങ്കിൾ, അതായത് ഒന്നാമത്തെ ട്രയാങ്കിളും രണ്ടാമത്തെ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണെന്ന്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണെന്ന് പ്രൂവ് ചെയ്തിട്ട് സദൃശ്യ ത്രികോണങ്ങളുടെ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ സൈഡുകളുടെ പ്രത്യേകത എന്താ? സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. ആ റേഷ്യോ വെച്ചിട്ടാണ് ഈ എച്ച് കണ്ടുപിടിച്ചത് അല്ലെ. ഓർക്കുന്നുണ്ടോ? ആ രീതിയിൽ തന്നെയാണ് നമ്മൾ ഇവിടെയും എച്ച് കണ്ടുപിടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ ഇനി ഒന്നാമത്തെ ട്രയാങ്കിൾ രണ്ടാമത്തെ ട്രയാങ്കിൾ സിമിലർ ട്രയാങ്കിൾസ് ആണ് പ്രൂവ് ചെയ്യാനായിട്ട് പോവുക. അതായത് ഏതൊക്കെ ട്രയാങ്കിൾ? ട്രയാങ്കിൾ എ ബി ഡി അല്ലെ. അപ്പോൾ ട്രയാങ്കിൾ എ ബി ഡി, ഇൻ ട്രയാങ്കിൾ എ ബി ഡി. ആൻഡ് രണ്ടാമത്തെ ട്രയാങ്കിൾ ഏതാണ്? ബി സി ഡി അല്ലെ. ആൻഡ് ട്രയാങ്കിൾ ബി സി ഡി. അതിനകത്ത് സെയിം ആയിട്ടുള്ള കോണുകൾ ഏതൊക്കെയാണ്? ഇത് 90 ഡിഗ്രി ആണ് അല്ലെ. അതായത് ഏത് കോണ്? ബി ഡി എ എന്ന് പറയുന്ന കോണ് 90 ഡിഗ്രി ആണ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? അത് 90 ഡിഗ്രി തന്നെയല്ലേ. അതായത് കോൺ ബി ഡി എ ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺ ബി ഡി സി ദാറ്റ് ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി. അടുത്തത് ഇവിടുത്തെ ഈ എ എന്ന് പറയുന്ന ഈ കോണ് ഞാൻ എക്സ് ഡിഗ്രി ആയിട്ട് എടുത്തു. എക്സ് ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇത് ഓൾറെഡി 90 വന്നിട്ടുണ്ട് അല്ലെ. ഒരു ട്രയാങ്കിളിന്റെ കോണുകളുടെ സമയം എത്രയാ? 180 ഡിഗ്രി അല്ലെ. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയാ? ഇത് ഓൾറെഡി 90 ഡിഗ്രി, ബാലൻസ് 90 ഡിഗ്രി വരും അല്ലെ. അതായത് എക്സും ഈ കോണും കൂടെ കൂട്ടുന്നതാണ് 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയായിരിക്കും? ഇത് ഓൾറെഡി എക്സ് വന്നല്ലേ. അങ്ങനെയാണെങ്കിൽ 90 മൈനസ് എക്സ് അല്ലേ. അപ്പോൾ ഈ കോണ് 90 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈ കോൺ എത്രയാ? ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ ആണല്ലോ എ ബി സി എന്ന് പറയുന്നത്. ഇത് 90 മൈനസ് എക്സ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇത് എത്രയാണ് നമ്മൾ പറഞ്ഞത്? ഇത് എക്സ് ആയിരിക്കും അല്ലെ. എക്സ്. കാരണം എക്സും 90 മൈനസ് എക്സും കൂടെ കൂടുമ്പോഴാണ് ഇത് റൈറ്റ് ആംഗിൾ ആകത്തുള്ളൂ, 90 ആകത്തുള്ളൂ അല്ലെ. അതായത് ഇത് എക്സ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഇരിക്കുന്ന ഈ കോൺ എത്രയായിരിക്കും? ഇത് 90 ഡിഗ്രി ആണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇത് എക്സുമാണ്. അങ്ങനെയാണെങ്കിൽ ബാലൻസ് എത്രയാ? 90 മൈനസ് എക്സ് അല്ലെ. ഇത് 90 മൈനസ് എക്സ്. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആയിട്ടുള്ള കോണുകളെല്ലാം കിട്ടിയല്ലേ. ഇത് എക്സ് ഡിഗ്രി അല്ലെ. ഏത് കോണ്? ബി എ ഡി അല്ലെ. അപ്പോൾ കോൺ ബി എ ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇതിനകത്ത് ഏത് എക്സ് ഡിഗ്രി? ഈ കോണ് അല്ലെ. അതായത് ഡി ബി സി. കോൺ ഡി ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എക്സ് ഡിഗ്രി. ഇനി 90 മൈനസ് എക്സ് ഏതാണ്? ഈ കോൺ 90 മൈനസ് എക്സ് ആണ് അല്ലെ. അതായത് എ ബി ഡി. കോൺ എ ബി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു, ഇത് 90 മൈനസ് എക്സ് ആണ് അല്ലെ. അതായത് ബി സി ഡി. കോൺ ബി സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു 90 മൈനസ് എക്സ്.
അതായത് ഈ രണ്ട് ട്രയാങ്കിൾസിന്റെ ഈക്വൽ ആയിട്ടുള്ള കോണുകൾ നമ്മൾ കണ്ടുപിടിച്ചെടുത്തു. അതായത് ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയാണ്? സിമിലർ ട്രയാങ്കിൾസ് ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ് അല്ലെ. ട്രയാങ്കിൾ ABD ആൻഡ് ട്രയാങ്കിൾ BCD ആർ സിമിലർ. അപ്പൊ രണ്ട് സിമിലർ ട്രയാങ്കിൾസ് ആണ് നമുക്ക് കിട്ടി. ഇനി എന്താണ് സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത? സെയിം ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അപ്പോൾ ഇതിനകത്ത് നമുക്ക് റേഷ്യോ എഴുതിയാലോ? ഈ ഒന്നാമത്തെ ട്രയാങ്കിളില് എക്സ് ഡിഗ്രിക്ക് ഓപ്പോസിറ്റ് H അല്ലെ, അതായത് H ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ട്രയാങ്കിളിൽ എക്സിന് ഓപ്പോസിറ്റോ ഇതാണ് എക്സ് അല്ലെ, എക്സിന് ഓപ്പോസിറ്റ് 4 സെന്റിമീറ്റർ അല്ലെ, H ഡിവൈഡ് ബൈ 4 ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്തത് 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് നോക്കാം അല്ലെ. ഇതാണ് 90 മൈനസ് എക്സ്. ഒന്നാമത്തെ ട്രയാങ്കിളിൽ 90 മൈനസ് എക്സിന് ഓപ്പോസിറ്റ് കിടക്കുന്നത് 9 സെന്റിമീറ്റർ സൈഡ് അല്ലെ, അതായത് 9 ഡിവൈഡഡ് ബൈ രണ്ടാമത്തെ ട്രയാങ്കിളിലോ ഇതാണ് 90 മൈനസ് എക്സ്, അതിന് ഓപ്പോസിറ്റ് H അല്ലെ, H. ദെൻ ഇതൊന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തേ. അപ്പൊ H ഇൻറ്റു H 9 ഇൻറ്റു 4 അല്ലെ, H ഇൻറ്റു H സ്ക്വയർ ദാറ്റ് ഈസ് ഈക്വൽ ടു 9 ഇൻറ്റു 4 36 അല്ലെ, 36. നമുക്ക് എന്ത് കിട്ടി? H സ്ക്വയർ 36 എന്ന് കിട്ടി. അങ്ങനെയാണെങ്കിൽ H ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 36 അല്ലെ, അത് എത്രയാണ്? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി. 6 സെന്റിമീറ്റർ. അതായത് Hന്റെ നീളം നമുക്ക് കിട്ടിയല്ലോ, ഹൈറ്റ് എത്രയാന്ന് കിട്ടി? 6 സെന്റിമീറ്റർ എന്ന് കിട്ടി അല്ലെ. ഇനി നമുക്ക് ഏരിയ കണ്ടുപിടിക്കാൻ എളുപ്പമല്ലേ. അപ്പോൾ ഏരിയ ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് BH ആണ്, ഹാഫ് BH ദാറ്റ് ഈസ് ഈക്വൽ ടു ഹാഫ് ഇൻറ്റു B എത്രയാണ്? ബേസ് നമ്മൾ പറഞ്ഞായിരുന്നു 9 4 13 അല്ലെ, 13 ഇൻറ്റു 13 ഇൻറ്റു ഹൈറ്റ് എത്രയാണ്? ഹൈറ്റ് 6 സെന്റിമീറ്റർ നമുക്ക് കിട്ടി അല്ലെ, 6 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി 2 മാർക്ക് ക്യാൻസൽ ചെയ്തില്ലേ? 2 മാർക്ക് ക്യാൻസൽ ചെയ്ത് 6നകത്ത് 2 എത്ര പ്രാവശ്യമാണ്? 3 പ്രാവശ്യം അല്ലെ, അതായത് 13 ഇൻറ്റു 3 എന്ന് കിട്ടും. ദാറ്റ് ഈസ് ഈക്വൽ ടു 13 ഇൻറ്റു 3 എത്രയാണ്? 39 സെന്റിമീറ്റർ സ്ക്വയർ അല്ലെ, 39 സെന്റിമീറ്റർ സ്ക്വയർ. ഏരിയ ആണ്, അതുകൊണ്ട് സെന്റിമീറ്റർ സ്ക്വയർ. അതായത് ഈ റൈറ്റ് ട്രയാങ്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടി? 39 സെന്റിമീറ്റർ സ്ക്വയർ. അടുത്തത് 6ാമത്തെ ക്വസ്റ്റ്യൻ. 3 മീറ്ററും 2 മീറ്റർ ഉയരമുള്ള 2 കമ്പുകൾ കുത്തനെ നിലത്ത് നാട്ടി. ഓരോ കമ്പിന്റെയും മുകളറ്റത്ത് നിന്ന് മറ്റേ കമ്പിന്റെ ചുവട്ടിലേക്ക് കയർ വലിച്ചു കെട്ടിയിരിക്കുന്നു. ഇപ്പോൾ ഈ പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് പോലെ തന്നെ 2 പോൾസ് അല്ലെങ്കിൽ 2 കമ്പുകൾ 2 സൈഡിൽ നിർത്തിയിട്ടുണ്ട്. അതിന്റെ രണ്ടിന്റെ മുകളറ്റത്ത് നിന്ന് താഴത്തേക്ക് ഒരു റോപ്പും വലിച്ചു കെട്ടിയിട്ടുണ്ട് അല്ലെ. ഒന്നാമത്തെ ചോദ്യം എന്താ? കയറുകൾ പരസ്പരം മുറിച്ചു കിടക്കുന്നത് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണ്? ഈ ബ്ലൂ കളറിൽ കെട്ടിയിരിക്കുന്നതാണ് കയറുകൾ അല്ലെ. ഈ കയറുകൾ പരസ്പരം ക്രോസ് ചെയ്യുന്നത് ഈ റെഡ് മാർക്ക് കൊടുത്തിരിക്കുന്നത് അല്ലെ, അത് നിലത്ത് നിന്ന് എത്ര ഉയരത്തിലാണെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്നാമത്തത് ചെയ്താലോ? ഒന്നാമത്തത് എന്താ ചെയ്യേണ്ടത്? റോപ്പുകൾ കട്ട് ചെയ്യുന്ന ഈ ഹൈറ്റ് കണ്ടുപിടിക്കണം അല്ലെ. ആ ഹൈറ്റ് ഞാൻ H എന്ന് ഡിനോട്ട് ചെയ്യുക എന്ന് വിചാരിക്കുക, H. അപ്പൊ എന്താ കണ്ടുപിടിക്കണ്ടേ? Hന്റെ നീളമല്ലേ കണ്ടുപിടിക്കേണ്ടത്. അതിനു മുമ്പ് ഈ പിക്ചറിന് ഞാൻ പേര് കൊടുക്കാനായിട്ട് പോവാ. ഇത് A, ഇത് B, ഇത് C, ഇത് D, അടുത്തത് P, Q. അപ്പോൾ എന്താ കണ്ടുപിടിക്കേണ്ടത്? H എന്ന് പറയുന്ന ഹൈറ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്, അല്ലെങ്കിൽ PQ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതിനുവേണ്ടി ഞാൻ 2 ട്രയാങ്കിൾ കൺസിഡർ ചെയ്യാനായിട്ട് പോവാ. ABC എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളും PQC എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും. അത് നമുക്ക് ഡാർക്ക് ആയിട്ടൊന്ന് വരച്ചാലോ? ഇവിടെ ഡാർക്ക് ആയിട്ട് 2 ട്രയാങ്കിൾസ് വരച്ചിട്ടുണ്ട് അല്ലെ. ഇതിനകത്ത് B തൊട്ട് Q വരെയുള്ള ലെങ്ത് ഞാൻ X എന്ന് എടുത്തു, Q തൊട്ട് C വരെയുള്ളത് Y എന്ന് എടുത്തു. ഇനി ഞാൻ ഇവിടെ 2 ട്രയാങ്കിൾ, ഏതൊക്കെ ട്രയാങ്കിൾ? ABCയും PQCയും സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്യാനായിട്ട് പോവാ. അപ്പോൾ ഇൻ triangle ABC and PQC സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണെന്ന് എങ്ങനെ പ്രൂവ് ചെയ്യുന്നത്? ആംഗിൾസ് ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അപ്പോൾ ഈ 2 ട്രയാങ്കിൾസിന്റെ ഏതൊക്കെ ആംഗിൾസ് ഈക്വൽ ആയിരിക്കുന്നത്? C എന്ന് പറയുന്ന ഈ ആംഗിൾ, അത് രണ്ടിനും കോമൺ അല്ലേ? 2 ട്രയാങ്കിൾസിനും കോമൺ ആണ് അല്ലെ. അതായത് ആംഗിൾ BCA ഈക്വൽ ടു ആംഗിൾ QCP. അടുത്ത ഏത് ആംഗിൾ ആണ്? ABC എന്ന് പറയുന്നത് റൈറ്റ് ട്രയാങ്കിൾ ആണ് അല്ലെ. കാരണം നമ്മൾ എപ്പോഴും കമ്പ് കുഴിച്ചിടുന്നത് 90 ഡിഗ്രിയിലാണ് അല്ലെ. അപ്പോൾ ഇത് 90 ഡിഗ്രി ആണ്. ഈ ഹൈറ്റോ അത് 90 ഡിഗ്രി ആണ് അല്ലെ.
അപ്പോൾ രണ്ട് ട്രയാങ്കിളിന്റെയും ആംഗിൾ എ ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി ക്യു സി. അപ്പോൾ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണല്ലോ, അതുകൊണ്ട് മൂന്നാമത്തെ ആംഗിളോ അതും ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ആംഗിൾ ബി എ സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ക്യു പി സി. അതുകൊണ്ട് ഈ രണ്ട് ട്രയാങ്കിൾസ് എങ്ങനെയായിരിക്കും? സിമിലർ ട്രയാങ്കിൾ അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളായിരിക്കും അല്ലെ. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി ആൻഡ് ട്രയാങ്കിൾ പി ക്യു സി ആർ സിമിലർ. സിമിലർ ട്രയാങ്കിൾസ് ആയതുകൊണ്ട് സൈഡുകളുടെ റേഷ്യോ എങ്ങനെയായിരിക്കും? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ ആംഗിൾസ് ഏതൊക്കെയാണ്? ആദ്യത്തെ സെയിം ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? സി എന്ന് പറയുന്ന ഈ ആംഗിൾ അല്ലെ. അപ്പോൾ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ചെറിയ ട്രയാംഗിളിന്റെ സൈഡ് ഏതാണ്? എച്ച് അല്ലെ. പി ക്യു എന്ന് പറയുന്ന സൈഡാണ്, അതിന്റെ ലെങ്ത് എച്ച് ആണ്. സോ എച്ച് ഡിവൈഡഡ് ബൈ വലിയ ട്രയാംഗിളിന്റെയോ എ ബി അല്ലെ. എ ബി 3 മീറ്റർ ആണെന്ന് നമുക്ക് തന്നിട്ടുണ്ട്, അതായത് 3 എച്ച് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്ത സെയിം ആയിട്ടുള്ള ആംഗിൾ ഏതാണ്? ഈ രണ്ട് ആംഗിൾ അല്ലെ. ഇവിടെ കിടക്കുന്ന ഈ ആംഗിളും ഈ എ എന്ന് പറയുന്ന ഈ ആംഗിളും. അങ്ങനെയാണെങ്കിൽ ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ഇതിന് നേരെ ഓപ്പോസിറ്റ് കിടക്കുന്നത് വൈ അല്ലെ. വൈ ഡിവൈഡഡ് ബൈ അടുത്ത വലിയ ട്രയാംഗിളിന്റെ എക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതോ ബി സി എന്ന് പറയുന്ന ഈ സൈഡാണ് അല്ലെ. അതായത് ഇവിടുന്ന് ഇവിടം വരെ എക്സ്, ഇവിടുന്ന് ഇവിടം വരെ വൈ. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എത്രയായിരിക്കും? എക്സ് പ്ലസ് വൈ. എക്സ് പ്ലസ് വൈ. അത് ഒന്നാമത്തെ ഇക്വേഷൻ ആയിട്ട് ഞാൻ എഴുതി. അടുത്തത് ഇനി രണ്ടാമത്തെ ട്രയാങ്കിൾ ഞാൻ പരിഗണിക്കാനായിട്ട് പോവുകയാണ്. രണ്ടാമത്തെ വലിയ ട്രയാങ്കിൾ ഏതാണ്? ബി സി ഡി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളും ബി ക്യു പി എന്ന് പറയുന്ന ഈ ചെറിയ ട്രയാങ്കിളും. അതൊന്ന് ഡാർക്കായിട്ട് നമുക്ക് വരച്ചാലോ? അതും ഞാനിവിടെ ഡാർക്കായിട്ട് വരച്ചിട്ടുണ്ട്, റെഡ് കളറിൽ വരച്ചിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾ ആണെന്ന് പ്രൂവ് ചെയ്താലോ? ഏതൊക്കെ ട്രയാങ്കിൾ? ഇൻ ട്രയാങ്കിൾ ബി സി ഡി ആൻഡ് ട്രയാങ്കിൾ ബി ക്യു പി ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് ഏതൊക്കെയാണ്? ഇത് കോമൺ ആയിട്ടുള്ള ആംഗിൾ ആണ് അല്ലെ. അപ്പൊ ഇത് രണ്ടിനും ഈക്വൽ ആണ്. അതായത് ആംഗിൾ ഡി ബി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ പി ബി ക്യു. അടുത്തത് ആദ്യം പറഞ്ഞതുപോലെ തന്നെ ഇത് 90 ഡിഗ്രി ആണ്, ഇത് 90 ഡിഗ്രി ആണ് അല്ലെ. അതായത് ആംഗിൾ ബി സി ഡി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി ക്യു പി. ഇപ്പൊ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആണല്ലോ. അതായത് ആംഗിൾ ബി ഡി സി അല്ലെ. ആംഗിൾ ബി ഡി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ആംഗിൾ ബി പി ക്യു. അങ്ങനെയാണെങ്കിൽ ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾ അല്ലേ. അതായത് ട്രയാങ്കിൾ ബി സി ഡി ആൻഡ് ട്രയാങ്കിൾ ബി ക്യു പി ആർ സിമിലർ. സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും അല്ലെ. അങ്ങനെയാണെങ്കിൽ ഇതുപോലെ തന്നെ ആ റേഷ്യോ ഒന്ന് എഴുതിക്കേ. ആദ്യം ഈ ആംഗിൾ ആണല്ലോ ഈക്വൽ ആണെന്ന് പറഞ്ഞത്. അതായത് ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? എച്ച് അല്ലെ. എച്ച് ഡിവൈഡഡ് ബൈ വലിയ ട്രയാങ്കിളിന്റെയോ ഈ കിടക്കുന്ന സൈഡ് സി ഡി ആണ്, അതായത് 2 മീറ്റർ. എച്ച് ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു. അടുത്തത് ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണെന്ന് പറഞ്ഞായിരുന്നു അല്ലെ. ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ചെറിയ ട്രയാങ്കിളിന്റെ സൈഡ് എക്സ് അല്ലെ. എക്സ് ഡിവൈഡഡ് ബൈ ദെൻ വലിയ ട്രയാങ്കിളിന്റെ സൈഡോ ബി സി എന്ന് പറയുന്ന ഈ സൈഡാണ്, അതായത് എക്സ് പ്ലസ് വൈ ആണ് അല്ലെ. എക്സ് പ്ലസ് വൈ. അത് ഞാൻ രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് എഴുതി. രണ്ടാമത്തെ ഇക്വേഷൻ. ഇനി ഈ ഒന്നാമത്തെ ഇക്വേഷന് രണ്ടാമത്തെ ഇക്വേഷനും കൂടെ ഒന്ന് ആഡ് ചെയ്തേ. നമുക്ക് എന്ത് കിട്ടും? ഇക്വേഷൻ 1 പ്ലസ് ഇക്വേഷൻ 2. ആദ്യം ലെഫ്റ്റ് സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? h/3 പ്ലസ് h/2 എന്ന് കിട്ടും അല്ലെ. h/3 പ്ലസ് h/2 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഈ സൈഡ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിലോ y/x പ്ലസ് വൈ പ്ലസ് x/x പ്ലസ് വൈ എന്ന് കിട്ടും അല്ലെ. y ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ. ഇത് നമുക്ക് ആഡ് ചെയ്തില്ലേ? ഡിനോമിനേറ്റർ സെയിം അല്ലേ.
ഇതിനകത്ത് എക്സ് പ്ലസ് വൈ ആണ്, ഇതിനകത്ത് എക്സ് പ്ലസ് വൈ ആണ് അല്ലേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എച്ച് ഡിവൈഡ് ബൈ 3 പ്ലസ് എച്ച് ഡിവൈഡ് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു, ഡിനോമിനേറ്റർ സെയിം ആണെങ്കിൽ ന്യൂമറേറ്റർ ആഡ് ചെയ്താൽ മതി അല്ലേ. അതായത് വൈ പ്ലസ് എക്സ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് വൈ. ഡിനോമിനേറ്റർ സെയിം ആയതുകൊണ്ട് അത് കോമൺ ആയിട്ട് എഴുതിയാൽ മതി. ന്യൂമറേറ്റർ തമ്മിൽ ആഡ് ചെയ്യുക. വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ, അത് നേരെ തിരിച്ചിട്ടൊന്നല്ലേ ഉള്ളൂ. അതായത് എക്സ് പ്ലസ് വൈ ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ അല്ലേ. അതായത് ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും സെയിം ആണ് അല്ലേ. അതുകൊണ്ട് നമുക്ക് എത്ര കിട്ടും? 1 ആൻസർ കിട്ടും അല്ലേ. അതായത് എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1 എന്ന് പറഞ്ഞു കിട്ടും. അതിന് ഞാൻ 3 നമ്പർ കൊടുത്തു, ഇക്വേഷൻ 3. ഇനി ഇതൊന്ന് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ആൻസർ കിട്ടത്തില്ലേ? ഒന്ന് ആഡ് ചെയ്തേ. എങ്ങനെ ആഡ് ചെയ്യുന്നത്? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മതി അല്ലേ. ഒന്ന് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും? എച്ച് ഇൻറ്റു 2, അതായത് 2h പ്ലസ് എച്ച് ഇൻറ്റു 3h അല്ലേ. 3h ഡിവൈഡഡ് ബൈ 3 ഇൻറ്റു 2 അല്ലേ, 6 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. 2h പ്ലസ് 3h 5h അല്ലേ, 5h then 6 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ, ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഇൻറ്റു 1 അല്ലേ. അപ്പൊ നമുക്ക് 6 എന്ന് കിട്ടും. ഇനി h ആണ് കണ്ടുപിടിക്കേണ്ടത്. 5 ഈ സൈഡിലേക്ക് കൊണ്ടുവന്നാൽ പോരെ. അതായത് h ദാറ്റ് ഈസ് ഈക്വൽ ടു 6 ഡിവൈഡഡ് ബൈ 5 എന്ന് കിട്ടും അല്ലേ. 6 ഡിവൈഡ് ബൈ 5 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടും. അതായത് ഹൈറ്റ് എത്രയായിട്ട് നമുക്ക് കിട്ടും? 6 ബൈ 5 മീറ്റർ എന്ന് ആൻസർ കിട്ടും. അപ്പൊ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? ഹൈറ്റ് കണ്ടുപിടിക്കുക എന്ന് പറയുന്നതല്ലായിരുന്നോ? ഹൈറ്റ് എത്രയാണ്? 6 ബൈ 5 മീറ്റർ. അടുത്ത രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഏതായിരുന്നു? കമ്പുകൾ തമ്മിലുള്ള അകലം എത്രയായാലും ഈ ഉയരം മാറുകയില്ല എന്ന് തെളിയിക്കണം അല്ലേ. അതായത് ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ബിയും സിയും തമ്മിലുള്ള ഈ ഡിസ്റ്റൻസ് എത്രയായാലും ഈ റോപ്പുകൾ തമ്മിൽ ക്രോസ് ചെയ്യുന്ന ഈ ഹൈറ്റിന് ഡിഫറൻസ് ഇല്ല എന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം. അല്ലെങ്കിൽ എച്ച് മാറത്തില്ല എന്ന് പ്രൂവ് ചെയ്യണം അല്ലേ. നമ്മൾ എച്ച് കണ്ടുപിടിച്ച ആ സ്റ്റെപ്പുകൾ ഒന്ന് നോക്കിക്കേ. ആദ്യം നമ്മൾ റേഷ്യോസ് എഴുതി, റേഷ്യോ നമ്മൾ ആഡ് ചെയ്തു. ആഡ് ചെയ്തപ്പോ നോക്കിക്കേ, എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു വൈ പ്ലസ് എക്സ് ഡിവൈഡ് ബൈ എക്സ് പ്ലസ് വൈ കിട്ടി അല്ലേ. അത് രണ്ടും ഈക്വൽ ആയതുകൊണ്ട് എക്സും വൈ ഇവിടെ വെച്ച് റിമൂവ് ആയിപ്പോയി അല്ലേ. എക്സും വൈയും അല്ല ഈ പോളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ഈ കമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ്, എക്സും വൈയും ആയിരുന്നു അല്ലേ. അത് ഇവിടെ വെച്ച് റിമൂവ് ആയി പോകുന്നുണ്ട്. ശരിയാണല്ലോ. എക്സും വൈയും ഇവിടെ വെച്ച് റിമൂവ് ആയി പോകുന്നുണ്ട്. അടുത്ത സ്റ്റെപ്പ് നോക്കിക്കേ, ഇതിനകത്ത് എക്സും വൈയും ചേർന്നിട്ടുണ്ടോ? ഇല്ല അല്ലെ. അതായത് എക്സും വൈയും എന്തായിരുന്നു? ഈ പോളുകൾ തമ്മിൽ അല്ലെങ്കിൽ ഈ കമ്പുകൾ തമ്മിലുള്ള അകലം, ആ അകലം ഇവിടെ വെച്ച് അങ്ങ് റിമൂവ് ആയി പോയില്ലേ. ഇനി ഈ ഇക്വേഷനിൽ ആ അകലത്തിന് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല അല്ലെ. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ തൊട്ട് ബാക്കി ചെയ്യുമ്പോൾ ആ അകലത്തിന് ഒരു ഇമ്പോർട്ടൻസും വരുന്നില്ല അല്ലെ. ആ ഡിസ്റ്റൻസ് നമ്മൾ ഇനി യൂസ് ചെയ്യുന്നേ ഇല്ല. ശരിയാണല്ലോ. അതായത് ഹൈറ്റ് കണ്ടുപിടിക്കുന്ന ഈ സ്റ്റെപ്പുകളിൽ പോളുകൾ തമ്മിൽ അല്ലെങ്കിൽ കമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് ഇവിടെ വന്നപ്പോഴത്തേക്ക് റിമൂവ് ആയിപ്പോയി. പിന്നെ ആ ഡിസ്റ്റൻസിന് യാതൊരുവിധ ഇമ്പോർട്ടൻസും ഇല്ല. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും? ഈ ഹൈറ്റ് കണ്ടുപിടിക്കാനായിട്ട് ആ പോളുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ ആ കമ്പുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസിന്റെ ആവശ്യമുണ്ടോ? ആവശ്യമില്ല അല്ലെ. അതായത് ആ ഡിസ്റ്റൻസിന് എന്ത് മാറ്റം വന്നാലും അത് ആ ഹൈറ്റിനെ ബാധിക്കുന്നില്ല, ഹൈറ്റിന് മാറ്റം വരുന്നില്ല. അതല്ലായിരുന്നു നമ്മളോട് പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരുന്നത്. അതായത് നമുക്ക് ആൻസർ ആയിട്ട് എന്ത് പറയാം? എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതാണ് ഹൈറ്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അല്ലേ. ഈസ് ഇൻഡിപെൻഡന്റ് ഓഫ് എക്സ് പ്ലസ് വൈ അല്ലേ. therefore no change in height. അടുത്ത മൂന്നാമത്തേത്, കമ്പുകളുടെ നീളം എ ബി എന്നും കയറുകൾ മുറിച്ചു കിടക്കുന്ന സ്ഥാനത്തിന്റെ ഉയരം എച്ച് എന്നും എടുത്ത് എ ബി എച്ച് ഇവ തമ്മിലുള്ള ബന്ധം കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. റിലേഷൻ ബിറ്റ്വീൻ എ ബി ആൻഡ് എച്ച് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. അതിന് നമ്മൾ ഈ മൂന്നാമത്തെ ഇക്വേഷൻ തന്നെ യൂസ് ചെയ്യുന്നത്. മൂന്നാമത്തെ ഇക്വേഷൻ എന്നായിരുന്നു? എച്ച് ബൈ 3 പ്ലസ് എച്ച് ബൈ 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അതായിരുന്നല്ലേ മൂന്നാമത്തെ ഇക്വേഷൻ. അതിനകത്ത് ഈ 3 എന്തായിരുന്നു? ഒന്നാമത്തെ കമ്പിന്റെ അല്ലെങ്കിൽ ഒന്നാമത്തെ പോളിന്റെ ഹൈറ്റ്. രണ്ടാമത്തെ പോളിന്റെ അല്ലെങ്കിൽ രണ്ടാമത്തെ കമ്പിന്റെ ഹൈറ്റ് അല്ലെ. ആ ഹൈറ്റിന്റെ സ്ഥാനത്ത് നമ്മൾ എന്ത് എഴുതാനാ പറഞ്ഞിരിക്കുന്നത്? എയും ബിയും എഴുതാനാ പറഞ്ഞിരിക്കുന്നത് അല്ലെ. അതായത് 3ന്റെ സ്ഥാനത്ത് എയും എഴുതണം, 2ന്റെ സ്ഥാനത്ത് ബിയും എഴുതണം. അത്രയും ചേഞ്ച് അല്ലേ ഉള്ളൂ. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ അങ്ങനെയൊന്ന് മാറ്റി എഴുതിക്കേ. എച്ച് ബൈ എ പ്ലസ് എച്ച് ബൈ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇനി ഇതൊന്ന് ആഡ് ചെയ്തേ.
എങ്ങനെ കിട്ടും? എച്ച് ബി എച്ച് എ അല്ലേ, എച്ച് ബി പ്ലസ് എച്ച് എ ഡിവൈഡഡ് ബൈ എ ഇൻറ്റു ബി അല്ലേ, എ ബി ദാറ്റ് ഈസ് ഈക്വൽ ടു 1. ഇവിടെ എച്ച് രണ്ടിനും കോമൺ ആണല്ലേ, അപ്പൊ എച്ച് കോമൺ ആയിട്ട് എടുക്കുക. അതുപോലെ തന്നെ എ ബി ഈ സൈഡിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്ത് കിട്ടും? എച്ച് ഇൻറ്റു എ പ്ലസ് ബി ദാറ്റ് ഈസ് ഈക്വൽ ടു എ ബി സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ 1 ഇൻറ്റു എ ബി എന്ന് വരും അല്ലേ, അതായത് എ ബി. ഇനി അടുത്തത് എ ബി ഈ സൈഡിലേക്ക് കൊണ്ടുവന്നേ. അപ്പൊ എന്ത് കിട്ടും? എച്ച് ഈക്വൽ ടു എ ബി ഇവിടെ തന്നെ ഉണ്ട്, എ ബി ഡിവൈഡഡ് ബൈ ഇവിടുത്തെ എ പ്ലസ് ബി ഈ സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ എന്ത് വരും? ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി എന്ന് വരും അല്ലെ, എ പ്ലസ് ബി. ഇതാണ് നമ്മുടെ റിലേഷൻ, എയും ബിയും എച്ചും തമ്മിലുള്ള റിലേഷൻ. എച്ച് ഈക്വൽ ടു എ ബി ഡിവൈഡഡ് ബൈ എ പ്ലസ് ബി. അടുത്തത് 7ാമത്തെ ക്വസ്റ്റ്യൻ. ചിത്രത്തിൽ എ ബി സി എന്ന ത്രികോണത്തിലെ കോൺ എയുടെ സമഭാജിയാണ് എ പി. അതായത് എ ബി സി എന്ന് പറയുന്ന ഒരു ട്രയാങ്കിൾ ഉണ്ട്. ആ ട്രയാങ്കിളില് എയുടെ ബൈസെക്ടർ ആണ് ആര്? എ പി എന്ന് കൊടുത്തിട്ടുണ്ട് അല്ലെ. ഇത് നമ്മളോട് എന്താ പ്രൂവ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്? എ ബി പി എന്ന ട്രയാങ്കിളിലെയും സി പി ക്യു എന്ന ട്രയാങ്കിളിലെയും കോണുകളെല്ലാം ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതായത് ആദ്യം ഏതാ പറഞ്ഞിരിക്കുന്നത്? എ ബി പി അല്ലെ, എ ബി പി, അതായത് ഒന്നിട്ടിരിക്കുന്ന ഈ ട്രയാങ്കിൾ. രണ്ടാമത് ഏതാ പറഞ്ഞിരിക്കുന്നത്? സി പി ക്യു അല്ലെ, സി പി ക്യു, ഈ രണ്ടും ഇട്ടിരിക്കുന്ന ഈ ട്രയാങ്കിൾ. ഈ ട്രയാങ്കിളുകളിലെ കോണുകളെല്ലാം ഈക്വൽ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ഇൻ ട്രയാങ്കിൾ എ ബി പി ആൻഡ് ട്രയാങ്കിൾ സി പി ക്യു ഏതെങ്കിലും കോൺ ഈക്വൽ ആണെന്ന് നമുക്ക് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമോ? ഈ രണ്ട് കോണുകൾ ഈക്വൽ ആണ് അല്ലെ. കാരണം എന്നാ? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. അപ്പൊ ഏതൊക്കെ കോണുകളാ? കോൺ ബി പി എയും ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺ ക്യു പി സി യു അല്ലെ, ക്യു പി സി യു. അത് രണ്ട് ഈക്വൽ ആണ്. കാരണം എന്നാണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ്. ഇനി ഏതാണ് ഈക്വൽ ഉള്ളത്? ഈ രണ്ട് കോണുകൾ എങ്ങനെയാണ്? അത് രണ്ട് ഈക്വൽ ആണ് അല്ലെ. കാരണം എന്നാ? എ പി എന്ന് പറയുന്നത് ആംഗിൾ ബൈസെക്ടർ ആണെന്ന് നമുക്കറിയാം. എ പി ആംഗിൾ ബൈസെക്ടർ ആണ്. അപ്പൊ അതൊന്ന് എഴുതി നോക്കിയാലോ. ബി എ പിയും പി എ സി യു അല്ലെ, കോൺ ബി എ പി ദാറ്റ് ഈസ് ഈക്വൽ ടു കോൺ പി എ സി. അപ്പോൾ അത് രണ്ടും നമുക്ക് ആവശ്യമുള്ള ട്രയാങ്കിളിന്റെ അല്ല, ഈ രണ്ട് കോണുകളാണ്. അത് രണ്ട് ഈക്വൽ ആകാനുള്ള കാരണം എന്നാ? ആംഗിൾ ബൈസെക്ടർ അല്ലെ. ആര്? എ പി ആംഗിൾ ബൈസെക്ടർ ആണ്. ദെൻ ഈ വലിയ ട്രയാങ്കിൾ എടുത്തേ, എ ക്യു സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിൾ. ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഇത് 3 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ ആ ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഐസോസിലസ് ട്രയാങ്കിളിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ സൈഡിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ആംഗിൾ ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് ഈ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് ആണ് ഈ ആംഗിൾ കിടക്കുന്നത്. അതുകൊണ്ട് ഈ 3 സെന്റിമീറ്ററിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഈ ആംഗിളും ഏത് തന്നെയായിരിക്കും? പി എ സി തന്നെയായിരിക്കും അല്ലെ. ഈ ആംഗിൾ തന്നെയായിരിക്കും അല്ലെ. അതായത് പി എ സിയോട് ഈക്വൽ ആയിട്ടുള്ള ഒരു ആംഗിൾ നമുക്ക് കിട്ടിയല്ലോ. ഏതാണ്? സി ക്യു എ അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു സി ക്യു എ. ഇപ്പൊ നോക്കിക്കേ, കോൺ ബി എ പിയും സി ക്യു എയും നമുക്ക് ആവശ്യമുള്ള രണ്ട് ട്രയാങ്കിൾസിന്റെ ആംഗിൾസ് അല്ലേ. ബി എ പി എന്ന് പറയുന്നത് ഈ ആംഗിള്, അതായത് ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിള്. സി ക്യു എയോ നമ്മുടെ രണ്ടാമത്തെ ട്രയാങ്കിളിന്റെ ആംഗിൾ അല്ലെ. ഈ ട്രയാങ്കിളിന്റെ ഈ ആംഗിള്, അതായത് അത് രണ്ട് ഈക്വൽ ആണെന്ന് പറഞ്ഞു കിട്ടിയല്ലോ. എന്തൊക്കെയായിരുന്നു അതിന്റെ കാരണങ്ങള്? ഒന്ന് ബൈസെക്ടർ, ആദ്യത്തെ രണ്ടെണ്ണം ഈക്വൽ ആകാനുള്ള കാരണം അത് ബൈസെക്ടർ ആണ്. രണ്ടാമത്തെ ഇത് രണ്ട് ഈക്വൽ ആകാനുള്ള കാരണം ഐസോസിലസ് ട്രയാങ്കിൾ ആണ് അല്ലെ. ഐസോസിലസ് ട്രയാങ്കിൾ. അപ്പോൾ രണ്ട് ആംഗിൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ് അല്ലെ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളിനെ കുറിച്ച് എന്ത് പറയാം? അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആവൂലേ. രണ്ട് ട്രയാങ്കിൾസിന്റെ രണ്ട് ആംഗിൾസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണ്. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ആംഗിളോ ഓട്ടോമാറ്റിക് ആയിട്ട് ഈക്വൽ ആയിരിക്കും അല്ലെ. അതായത് മൂന്നാമത്തെ ആംഗിൾ ഏതാണ്? ആംഗിൾ എ ബി പി. എ ബി പി ദാറ്റ് ഈസ് ഈക്വൽ ടു ഇവിടുത്തെ മൂന്നാമത്തെ ആംഗിൾ കിടക്കുന്നതല്ലേ പി സി ക്യു. ആംഗിൾ പി സി ക്യു. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ അതിലായിരുന്നു ചോദിച്ചിരുന്നത്. ആംഗിൾസ് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഈക്വൽ ആണെന്ന് തെളിയിക്കുക. ആംഗിൾസ് എല്ലാം ഈക്വൽ ആണ്. അതുകൊണ്ട് എന്താണ്? ഈ രണ്ട് ട്രയാങ്കിൾസ് സിമിലർ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ് അല്ലെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ.
ബി പി ഡിവൈഡ് ബൈ പി സി കണക്കാക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ബി പി ഡിവൈഡ് ബൈ പി സി അതെങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം? ഇവിടെ നമ്മൾ പറഞ്ഞു ഈ രണ്ട് ട്രയാങ്കിൾ, അതായത് ഒന്നെന്ന് എഴുതിയിരിക്കുന്ന ഈ ട്രയാങ്കിളും രണ്ടെന്ന് എഴുതിയിരിക്കുന്ന ഈ ട്രയാങ്കിളും സിമിലർ ട്രയാങ്കിൾ ആണ്, അല്ലെങ്കിൽ സദൃശ്യ ത്രികോണങ്ങളാണ് അല്ലെ. സദൃശ്യ ത്രികോണങ്ങളുടെ അല്ലെങ്കിൽ സിമിലർ ട്രയാങ്കിൾസിന്റെ പ്രത്യേകത എന്താ? ഈക്വൽ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ സെയിം റേഷ്യോയിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ ആ റേഷ്യോ നമുക്കൊന്ന് എഴുതിയാലോ? രണ്ടാമത്തെ ക്വസ്റ്റ്യൻ അല്ലേ. ആ റേഷ്യോ നമുക്കൊന്ന് എഴുതിയാലോ? ഏതൊക്കെയാണ് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾസ് എന്ന് നമ്മൾ പറഞ്ഞത്? ഈ രണ്ട് ആംഗിൾസ് ഈക്വൽ ആണ് അല്ലെ. അപ്പോൾ ഈ ആംഗിൾസിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡുകൾ ഏതൊക്കെയാണ്? ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്ന ഒന്നാമത്തെ ട്രയാങ്കിളിന്റെ സൈഡ് ഏതാണ്? 5 സെന്റിമീറ്റർ അല്ലെ. അതായത് 5 ഡിവൈഡഡ് ബൈ, ദെൻ അതിനോട് ഈക്വൽ ആയിട്ടുള്ള ആംഗിൾ ഇതാണ്. അപ്പൊ ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡോ 3 സെന്റിമീറ്റർ അല്ലെ. 5 ഡിവൈഡ് ബൈ 3 ദാറ്റ് ഈസ് ഈക്വൽ ടു. ഇനി അടുത്ത ഏതാ ഈക്വൽ എന്ന് പറഞ്ഞത്? ബി എ പിയും ബി എ പി, അതായത് ഈ ആംഗിളും അതിനോട് ഈക്വൽ ആയിട്ടുള്ളത് ഏതാണ്? സി ക്യു എ അല്ലെ. സി ക്യു എ, ഈ ആംഗിളും, ഈ രണ്ട് ആംഗിളാണ് ഈക്വൽ എന്ന് പറഞ്ഞത് അല്ലെ. അതായത് ബി എ പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്ന, ഇതിന് ഓപ്പോസിറ്റ് കിടക്കുന്ന സൈഡ് ഏതാണ്? ബി പി അല്ലെ. ദാറ്റ് ഈസ് ഈക്വൽ ടു ബി പി ഡിവൈഡഡ് ബൈ സി ക്യു പിക്ക് ഓപ്പോസിറ്റ് കിടക്കുന്നതോ, ഈ ആംഗിളിന് ഓപ്പോസിറ്റ് കിടക്കുന്നതോ പി സി അല്ലെ. പി സി, ബി പി ഡിവൈഡ് ബൈ പി സി. ഇതല്ലായിരുന്നു കണ്ടുപിടിക്കാൻ പറഞ്ഞത്? ബി പി ഡിവൈഡ് ബൈ പി സി, ബി പി ഡിവൈഡ് ബൈ പി സി അത് എത്രയാണ്? ബി പി ഡിവൈഡ് ബൈ പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ് കിട്ടിയത്? 5 ഡിവൈഡഡ് ബൈ 3 സെന്റിമീറ്റർ എന്ന് നമുക്ക് കിട്ടും അല്ലെ. ബി പി ഡിവൈഡ് ബൈ പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു 5/3 സെന്റിമീറ്റർ. അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്നാ? ഏത് ത്രികോണത്തിലും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ അംശബന്ധത്തിലാണ് എന്ന് തെളിയിക്കുക. അതായത് ഇവിടെ എന്താണ് നമുക്ക് തെളിയിക്കേണ്ടത്? എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിള്, ആ ട്രയാങ്കിളിന്റെ എയുടെ ബൈസെക്ടർ ആണ് വരച്ചിരിക്കുന്നത് എ പി അല്ലെ. അപ്പോൾ എ പി ബി സിനെ ഡിവൈഡ് ചെയ്യുന്ന ഈ റേഷ്യോ, അതായത് ഏത് റേഷ്യോ? ബി പി ഡിവൈഡ് ബൈ പി സി എന്ന് പറയുന്ന റേഷ്യോ, ബി പി ഡിവൈഡ് ബൈ പി സി എന്ന് പറയുന്ന റേഷ്യോ ഏതാണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യണം? 5 ഡിവൈഡ് ബൈ 3 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. ആ ആംഗിൾ ഉൾപ്പെടുന്ന സൈഡുകളുടെ റേഷ്യോ ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. അതായത് 5 ഡിവൈഡ് ബൈ 3 ആണെന്ന് പ്രൂവ് ചെയ്യണം അല്ലെ. നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ. ബി പി ഡിവൈഡ് ബൈ പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു 5 ഡിവൈഡഡ് ബൈ 3 ആണ് അല്ലെ. 5 ഡിവൈഡ് ബൈ 3 ഈ 3 ഏതാണ്? ഈ അടിയിൽ വരച്ചിരിക്കുന്ന ക്യു സി ആണ് അല്ലെ. ആ ക്യു സിയുടെ ലെങ്ത് തന്നെയല്ലേ എ സി ആയിട്ട് എടുത്തിരിക്കുന്നത്? അല്ലെങ്കിൽ എ സിയുടെ ലെങ്ത് എടുത്ത് തന്നെയാണ് ഏതായിട്ട് വരച്ചിരിക്കുന്നത്? ക്യു സി ആയിട്ട് വരച്ചിരിക്കുന്നത് അല്ലെ. അപ്പോൾ നമുക്ക് എന്ത് പറയാം? ബി എ ഡിവൈഡഡ് ബൈ എ സി എന്ന് നമുക്ക് പറയാം അല്ലെ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ ഡിവൈഡഡ് ബൈ എ സി ആയിരിക്കും. ബി എ ഡിവൈഡ് ബൈ എ സി ആയിരിക്കും. അതല്ലായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്? ബൈസെക്ടർ കട്ട് ചെയ്യുന്ന ബി സിയുടെ റേഷ്യോ ഏതാണ്? ബി പി ഡിവൈഡഡ് ബൈ പി സി ആണ് അല്ലെ. ബി പി ഡിവൈഡ് ബൈ പി സി, ആ റേഷ്യോ തന്നെയാണ് ഏത്? ആംഗിൾ ഉൾപ്പെടുന്ന രണ്ട് സൈഡുകളുടെ റേഷ്യോ. അതേതാണ്? എ ബി ഡിവൈഡഡ് ബൈ എ സി അല്ലെ. എ ബി ഡിവൈഡ് ബൈ എ സി. ഇതൊന്ന് റേഷ്യോ ആയിട്ട് എഴുതിക്കേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ബി പി ഈസ് ടു പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ ഈസ് ടു എ സി എന്ന് നമുക്ക് കിട്ടും. ബി എ ഈസ് ടു എ സി. ഇവിടെ എ സിയുടെ ലെങ്ത് തന്നെ എടുത്താണ് ക്യു സി വരച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ 3യും സെയിം ആണ്. ഓക്കെ, അത് കാരണമാണ് എന്ത് എഴുതിയിരിക്കുന്നത്? ബി എ ഡിവൈഡ് ബൈ എ സി എന്ന് നമ്മൾ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ഇതായിരുന്നു നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഏത് ത്രികോണത്തിലും ഒരു കോണിന്റെ സമഭാജി എതിർവശത്തെ മുറിക്കുന്നത്, അതായത് ഈ വശത്തെ മുറിക്കുന്നത് കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ അംശബന്ധത്തിലാണ്. കോൺ ഉൾപ്പെടുന്ന വശത്തിന്റെ റേഷ്യോ ഏതാണ്? 5 ഡിവൈഡ് ബൈ 3 അല്ലെ. അത് തന്നെയാണ് ഏത്? ബി പി ഡിവൈഡ് ബൈ പി സി. റേഷ്യോ ആയിട്ട് എഴുതുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ബി പി ഈസ് ടു പി സി ദാറ്റ് ഈസ് ഈക്വൽ ടു ബി എ ഈസ് ടു എ സി. ബി എ ഈസ് ടു എ സി.